വിക്ടോറിയ കോളേജ് മുന്നിൽ നമ്മുടെ പാട്ടുകാരൻ നിൽപ്പുണ്ട്. നമ്മുടെ പാട്ടുകാരൻ പാട്ടുകാരിലേക്ക് പോലോ പാട്ടും പാടി ജയിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ എവിടെയെങ്കിലും കണ്ടോന്ന് ചോദിക്കാം. രാഹുൽ എത്തിയിട്ടുണ്ട്, ഷാഫി ഉണ്ട്, വി കെ ശ്രീകണ്ഠൻ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ പ്രജിൻസി കണ്ണൻ, വരിക വരിക വരിക, വേഗം ഓടി വരിക അല്ലേ? ഓക്കെ, പറയൂ പ്രജിൻസി കണ്ണൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കൗണ്ടിംഗ് സെന്ററായ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുന്നിലാണ്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി വരുന്നു. അല്പസമയത്തിനകം, ഏതാണ്ട് മിനിറ്റുകൾക്കകം സ്ട്രോങ് റൂം തുറക്കും. അങ്ങനെ പെട്ടികൾ ഓരോന്നായി പുറത്തേക്കെടുക്കും. പിന്നീട് വോട്ടെണ്ണലാണ്. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടിലാണ്. അപ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷ എല്ലാ മുന്നണികളും വെച്ച് പുലർത്തും എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും ഒടുവിലായി ഇവിടെ എത്തിയത് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഒപ്പം വി കെ ശ്രീകണ്ഠൻ MP ഉണ്ട്, ഷാഫി പറമ്പിൽ MP ഉണ്ട്. നേരത്തെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ C കൃഷ്ണകുമാർ കൂടി എത്തിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് സെന്ററിൽ എത്തും. അതിനുശേഷം കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങുമെന്ന് മനസ്സിലാക്കുന്നു. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് പാലക്കാടിൻ്റെ ജനവിധി എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്ന കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്താകും പാലക്കാട്, ആര് ജയിച്ചു കയറും എന്നൊക്കെയുള്ള ഒരുപാട് കണക്കുകൂട്ടൽ. അതിൻ്റെയൊക്കെ വിധി നേരത്തെ ജനം എഴുതി കഴിഞ്ഞു. അത് ആർക്കൊപ്പം എന്നതിലാണ് ഇനി നമുക്കറിയാനുള്ള ആകാംക്ഷയുള്ളത്. മിനിറ്റുകൾക്കകം ആദ്യ ഫല സൂചനകൾ 9 മണിയോടുകൂടി തന്നെ ആദ്യ ഫല സൂചനകൾ അറിഞ്ഞു തുടങ്ങും. ആദ്യം എണ്ണുക പാലക്കാട് നഗരസഭാ പരിധിയിലെ വോട്ടുകളാണ്. അപ്പോൾ BJPക്ക് കൂടുതൽ മേധാവിത്വമുള്ള മേഖലയാണ്. ഇത്തവണ പോൾ ചെയ്യപ്പെട്ട പോളിംഗ് ശതമാനത്തിലൊക്കെ തന്നെ NDA ക്യാമ്പും UDFും LDFും ഒക്കെ ഓരോ കണക്കുകൾ പറയുന്നുണ്ട്. 65ഉം 71ഉം ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പോൾ ചെയ്ത വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് BJP പറയുന്നു ഈ മേഖലയിൽ. അതുകൊണ്ട് ആദ്യം എണ്ണുന്ന വോട്ടുകളിൽ എത്രമാത്രം ലീഡ് BJPക്ക് കിട്ടുന്നു, അത് എത്ര നേരത്തേക്ക് അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നു, അത് ഒരു എഡ്ജ് അവർക്ക് സമ്മാനിക്കുമെന്ന് ആത്മവിശ്വാസം NDA വെച്ച് പുലർത്തുമ്പോൾ UDF പറയുന്നു പരമ്പരാഗതമായി നമ്മുടെ വോട്ടുകൾ കൃത്യമായി അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിരായിരി പഞ്ചായത്തിൽ ഇത്തവണ എല്ലാവരും പറയുന്നു അവിടെ കോൺഗ്രസ് വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്, അത്രമാത്രം പോളിംഗ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 10 ഇരട്ടി വോട്ട് ഇത്തവണ കോൺഗ്രസിന് ലഭിക്കും, UDF ലഭിക്കുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ MP അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞത്. എസ് കെ ഒരു പാട്ട് പോലെ നീണ്ടു പോവാ അല്ലേ? മാത്രല്ല ഞാൻ നിർത്തിച്ചെന്താ അറിയോ, തനിയാവർത്തനം വന്നാലോ. ഓക്കെ, പറയൂ വിജയന്. ഇവിടെ എനിക്ക് ഇതിനകത്ത് വേറൊന്നും ഇനി പറയാനില്ല. 7:24 സമയം. ഇനി 36 മിനിറ്റ് 8 മണിയാകുമ്പോ വോട്ടെണ്ണി തുടങ്ങും അല്ലേ? 5000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് കൃഷ്ണകുമാർ നമ്മളോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. C കൃഷ്ണകുമാർ അദ്ദേഹം പറയുന്നത് സന്ദീപ് വാര്യർക്കെതിരായ പത്രപരസ്യം LDFന് ഗുണം ചെയ്തു എന്ന് BJP ആണ് പറയുന്നത് കേട്ടോ. LDFന് ആ പരസ്യം ഗുണം ചെയ്യുന്നു BJP പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സന്ദീപ് വാര്യർക്കെതിരായ വലിയ വികാരമുണ്ട്. അപ്പൊ ആ ന്യൂനപക്ഷ വോട്ടുകൾ UDFൽ നകന്നു എന്നൊക്കെയാണ് BJP സ്ഥാനാർത്ഥി. എസ് കെ നമ്മളിപ്പം ഈ വോട്ടെടുപ്പിന് ശേഷം ഓരോ നേതാക്കളെ വിളിക്കും. ഹലോ ചേട്ടാ, എന്താ കോൺഗ്രസ് ചേട്ടാ, എന്താ അവസ്ഥ? ആഷ്മി എന്താ ചോദ്യം? നമ്മൾ ഉറപ്പായിട്ട് ജയിക്കില്ല, വലിയ ചോദ്യം നമ്മൾ ഫോൺ വെക്കും. BJP-കാരൻ ചേട്ടാ എന്തായി? എന്റെ ഹാഷ്മി, ഇതൊക്കെ അവിടെ കൃഷ്ണകുമാർ ഇത്തവണ ഒരു MLA BJP MLA LDF കോമറേഡ് എന്തായി? ഒരു സംശയം വേണ്ട, LDF ജയിക്കും, ഇവിടെ സരിൻ ജയിക്കും. 3 പേരും സൂപ്പർ കോൺഫിഡന്റ് ആണ്. ആർക്കും ടെൻഷൻ ഉണ്ടോ നമ്മളോട് പറയുന്നത്? അവർ ഉറപ്പായി ജയിക്കുന്ന പറഞ്ഞത്. പക്ഷെ അതല്ല, അത് പറയുമ്പോൾ അവർ ഉള്ളിലൊരു വിതുമ്പലുണ്ട്, ഒരു ചങ്കിടിപ്പുണ്ട്, ഒരു നീറ്റലുണ്ട്. അതിനെന്താണ് അർത്ഥം എന്നുള്ളത് അല്പസമയത്തിന് അറിയാം. എസ് കെ എന്താ സമയം? 7:25. ഇനിയിപ്പം അരയര മണിക്കൂർ 5 മിനിറ്റ് അധികമുള്ളൂ. അരയര മണിക്കൂർ 5 മിനിറ്റ് അധികം. എസ് കെ അത് കഴിയുമ്പോഴേക്കും 8 മണിയാകുമ്പോഴേക്കും പാലക്കാട്ടെ രാഷ്ട്രീയ ആകാംക്ഷയ്ക്ക് അറുതി വരുമോ ആദ്യഘട്ട എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ആദ്യം മുനിസിപ്പാലിറ്റി 1 മുതൽ 104 വരെ ബൂത്തുകൾ. എസ് കെ ഉറപ്പായും പാലക്കാട് നിന്ന് പുറത്തേക്ക് വരുന്ന ആദ്യ ഫല സൂചന BJP ലീഡ് എന്ന് തന്നെയാണ്, ഒരു തർക്കം അക്കരത്തില്ല. എന്ന് പറഞ്ഞാൽ ആദ്യം അവരുടെ ശക്തി കേന്ദ്രമാണ്. 104 കഴിയുമ്പോഴേക്കും കളിയാക്കിയതിനോട് യോജിക്കുന്നില്ലെന്ന്. കളിയാക്കിയതല്ലേ, നമ്മുടെ സഹോദരപുത്രനല്ലേ?